ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വ്ളോഗ് എന്ന് വെച്ചാൽ നമ്മുടെ പറമ്പിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങളുണ്ടെന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. നല്ല കൊതുകൊണ്ട് ഗൈസ്, നല്ലോണം കൊതു കുത്തുന്നുണ്ട് തന്നെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പറയണം. നിങ്ങളുടെ സപ്പോർട്ട് വേണം. എന്നാലും പിന്നെ വീഡിയോ ഇടാൻ തോന്നുള്ളൂ. സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്കറിയാമല്ലോ. പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. ജസ്റ്റ് നമ്മൾ വീഡിയോ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ വീട്ടിലൊരാളുണ്ട്. പുള്ളിക്കാരിയുടെ പേര് സ്മോൾ, അതായത് കുഞ്ഞിക്കുട്ടി എന്നാണ് പേര്. നമ്മൾ സ്മോളെന്നാണ് വിളിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ആശം. അപ്പോൾ സ്മോളിൻ്റെ കലാവിരുദ്ധകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. സ്മോള് ഇവിടെ എനിക്കറിയില്ല, കർഷക സ്ത്രീ അവാർഡ് കിട്ടാൻ വട്ടായി പോയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും അതുകൊണ്ട് കുറേ ഉപകാരങ്ങളുണ്ട് ഞങ്ങൾക്കത്. ആ വ്യക്തിയെ എനിക്കൊന്ന് കാണിക്കണമെന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരി അവിടെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ചുകൊണ്ട് വരാം. ഇവിടെ നിൽക്കുമെന്ന് അറിയത്തില്ല, കാരണം പുള്ളിക്കാരി ഇപ്പോൾ രാവിലത്തെ കാര്യങ്ങളുടെ തിരക്കിലാണ്. ഞാനാണെങ്കിൽ രാവിലെ ചപ്പാത്തിക്കുള്ളതെല്ലാം സെറ്റാക്കി കൊടുത്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയത്. രാവിലെ തന്നെ കൊതുകാണ് ഗൈസ്. കൊതുകിനെ കൊത്തി കൊല്ലുന്നു. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട് ഗൈസ്. ഈ ഫോണിൻ്റെ ക്ലാരിറ്റി കാണുമ്പോൾ നിങ്ങൾ ആലോചിക്കും ഞാനൊരു ഐഫോൺ എടുക്കുന്നത്. അത് ഗൈസിൻ്റെ ഇരിക്കുന്നത് ഇപ്പോൾ ഒരു ഐഫോണാണ്. ഐഫോൺ 9 എന്താ അപ്പുറത്തെ വീട്ടിലെ സച്ചു ഗൈസ്. ഞാൻ എൻ്റെ വീഡിയോക്കകത്ത് പറയുന്നുണ്ട് എൻ്റെ കാത് കുത്തിയതിനെ കുറിച്ച്. അത് അവനാണ് കുത്തുന്നത്. അതിപ്പോൾ വേണ്ടി ഇങ്ങനെ ആയിട്ടുണ്ട്. ദൈവീയതാരും നാരകബിള് കൊണ്ട് കാത് കുത്തരുത്. ലൈവല്ലടാ, യൂട്യൂബിലിടാനാണ്. അവൻ വന്ന് വീഡിയോക്കകത്ത് കയറിയോണ്ട് ഞാൻ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ മറന്നുപോയി. എന്താണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്? എനിക്ക് ഓർമ്മ പോലില്ല. പോയി എന്തായാലും. എനിക്ക് ഫോണിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഐഫോൺ എടുക്കുന്നത്. എൻ്റെ ഐഫോണല്ല, ഞാൻ വർക്ക് ചെയ്യുന്ന ഇവിടുത്തെ ചേട്ടൻ്റെ ഐഫോണാണ്. ചേട്ടൻ്റെ ഇനി ഞാൻ മേടിച്ചോണ്ട് വന്നതാണ്. ഞാൻ 4 ദിവസം വീട്ടിലുണ്ട്, ചേട്ടാ എനിക്ക് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേനും ചേട്ടൻ ഫോൺ തന്നു. അങ്ങനെ ഗൈസ് മഴ പെയ്യുന്നു. അപ്പം ബാക്കി വീഡിയോ പിന്നെ കാണാം. മഴയായി ഗൈസ്, നിങ്ങൾ മഴയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും. ഇവിടെ ഭയങ്കര മഴയാണ്. അപ്പം ഗൈസ് ഇനി നമുക്ക് വ്ലോഗിൽ കാണാം. ഫസ്റ്റ് നമ്മൾ വന്നപ്പോൾ തന്നെ വേണ്ട മൊത്തം വാഴയാണ് ഗൈസ്. ഞാനല്ല, വാഴത്തോട്ടം കണ്ടല്ലോ. ഇഷ്ടംപോലെ വാഴയുണ്ട് ഇവിടെ. നെക്സ്റ്റ് കണ്ട ഒരു വഴുതനങ്ങയുണ്ട്. ഇതിൻ്റെ ഇല മൊത്തം പുഴു ചീനാക്കി വെച്ചിട്ടുണ്ട്. വാഴ ആകാശം മുട്ടേ വളർന്നിരിക്കുന്ന വാഴകളാണിതെല്ലാം. ഇതിൻ്റെ കൊല ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങളെ. ഇങ്ങോട്ട് വരേണ്ടി വരും. ഇത് കണ്ടോ ഗൈസ്, കൊല കണ്ടോ? ഇത് പറിക്കണമെങ്കിൽ തന്നെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല. ഈ ഷെഡിൻ്റെ മണ്ടയ്ക്ക് കയറിയാൽ പോലും ഇത് പറിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെന്ന് അറിയത്തില്ല. ഈ വാഴ ഭയങ്കര സീനാണ് ഗൈസ്. കാച്ചിൽ നിങ്ങൾ കാണുന്നുണ്ടോ? കാച്ചിലുണ്ട്. പിന്നെ ഒരു മാവുണ്ട്. എന്നാ മാവാന്നറിയത്തില്ല. ഒരു മാവ് നിൽക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന മറ്റേ കിളിച്ചുണ്ടൻ തന്നെയാണ് ഈ മാവെന്ന് തോന്നുന്നു. ഇതിൻ്റെ എല്ലാ സ്മെല്ല് കണ്ടിട്ട് നമുക്കത് മനസ്സിലാക്കാം. നെക്സ്റ്റ് മഹാഗണിക്കകത്ത് കാച്ചിൽ പടർന്നിപ്പുണ്ട് ഗൈസ്, കാണാൻ പറ്റുന്നുണ്ടോ? പിന്നെ ചേമ്പ് കണ്ടോ ഗൈസ്? തേണ്ട ഗൈസ്. തെങ്ങ് കണ്ടോ? ഞങ്ങളുടെ വീട്ടിൽ 2 തെങ്ങുണ്ടായിരുന്നു. തെങ്ങൊക്കെ പോയപ്പം നമ്മൾ തെങ്ങ് വെച്ചായിരുന്നു. ഇത് വെച്ചതാണ് കേട്ടോ. ഇനിയാണ് ഇതുണ്ടോ, മാവൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. മാവും തൈ വേണ്ടവർ ഇങ്ങോട്ട് വന്നാൽ മതി ഗൈസ്. പിന്നെ മഞ്ഞൾ കുറച്ച് വിറയ്ക്കുന്നുണ്ട് എൻ്റെ കൈ. ഈ പേടിയായി, ഫോൺ താഴെ വീഴുമോ. മഞ്ഞൾ, ചേമ്പ് ഇതൊക്കെ സ്മോള് നട്ടയാന്ന് തോന്നുന്നു കേട്ടോ. ഈ ചേമ്പൊക്കെ ഇതൊക്കെ സ്മോള് നട്ടേക്കുന്നതാന്ന് തോന്നുന്നു. കാരണം അതിൻ്റെ തടം കണ്ടിട്ട് മനസ്സിലായി അത് നട്ടേക്കുന്നതാണ്. മഞ്ഞൾ നട്ടേക്കുന്നതാന്ന് തോന്നുന്നു. ഇവിടെ ഞങ്ങളുടെ പറമ്പ് ഇതെന്താ? ഇത് തെങ്ങ് എല്ലാവർക്കും അറിയാലോ. ഇത് കപ്പ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ചുവട്ടിൽ. സ്മോള് ഭയങ്കര കർഷക സ്ത്രീ അവാർഡ് കിട്ടിയിട്ട് വട്ടായി പോയതാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ അപ്പൂപ്പനും അമ്മൂമ്മയെന്ന് ഞങ്ങൾ പണ്ട് പറയുമായിരുന്നു, കളിയാക്കി പറയുമായിരുന്നു. പക്ഷെ ഞങ്ങളുടെ അപ്പൂപ്പൻ മരിച്ചേ പിന്നെ ഞങ്ങൾ കുറേ നല്ല രീതിക്ക് ബുദ്ധിമുട്ടിറങ്ങിയിട്ടുണ്ട്. സ്മോളിനെ കൊണ്ട് പറ്റുന്ന രീതിക്കെല്ലാം എന്തൊക്കെ നടാവോ അതെല്ലാം നട്ട് വെക്കുന്നുണ്ട്. എന്താ കപ്പയൊക്കെ, പിന്നെയും കുറേ വാഴ, അതും ആകാശം മുട്ടും.
കൊണ്ട് കൊല കാണിച്ചു തരാം. കൊല കണ്ട ഇതിൻ്റെ എല്ലാം കൊല ആകാശത്താണ്. ഇത് ഫുള്ളൊന്നും വെള്ളത്തൊന്നുമില്ല. പകുതിയാകുമ്പോൾ ഇത് ഒടിഞ്ഞ് താഴെ വീഴും. തീന ഇത് കണ്ട മൊത്തം കാട് പിടിച്ച് കിടക്കുക. ചേമ്പ് ഇതെന്നാ ഇതിൻ്റെ പേരെന്താ? അയ്യോ ഇതിൻ്റെ പേരെന്ത്? അയ്യോ പറങ്ങാവ്. ഇവിടെ ഒരു പറങ്ങാവ് ഉണ്ടായിരുന്നു, അത് വെട്ടിക്കളഞ്ഞ അങ്ങോട്ട് നിൽക്കുന്നതുകൊണ്ട്. അതിൻ്റെ കുഞ്ഞാണ് തോന്നുന്നത്. പിന്നെ മഹാഗണി, മഞ്ഞൾ കണ്ട ഇഷ്ടം പോലെ കിടപ്പുണ്ട്. എന്താ ഇതിൻ്റെ പേര്? അതേണ്ട ഇതിനിപ്പുണ്ട് കാന്താരി ഇഷ്ടം പോലെ തൈയോടൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. എൻ്റെ പ്ലാവ് ഉണ്ട് ഗൈസ്, പ്ലാവ് ഗൈസ്. ഇതെന്തുവാന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാവോ? ഇതാണ് നാരകം. നമ്മൾ കാത് കുത്താനൊക്കെ എടുക്കുന്നു. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം പറയാൻ വന്നത് ഗൈസ്. ഈ നാരകമുള്ളു കണ്ടോ? ഈ നാരകമുള്ളു കൊണ്ട് കാത് കുത്തിയതാണ് വേണ്ടത്. എൻ്റെ കാത് അതുകൊണ്ടാ ഇതൊക്കെ ഉണ്ടോ? ഈ അപ്പുറത്തെ വീട്ടിലെ സച്ചു ഉണ്ട്, അവനും എനിക്കിവിടെ കുത്തിത്തന്നത്. പിന്നെ എൻ്റെ ഒരു തേക്കുണ്ട് ഗൈസ്. തേക്കാണ്ട് ഇവിടം വരെയൊക്കെ ആയി കേട്ടോ. തേക്ക് ഓമ കാണിച്ചു തരാം. ഇതാണ് ഓമ. നോക്കിക്കേ, ഓമയ്ക്ക, കപ്പളങ്ങ, എന്തൊക്കെയൊക്കെ പേര് നിങ്ങളൊക്കെ പറയും. നോക്ക്, ഇതെന്തുവാ ഇത്? പെരയുടെ മുണ്ടയ്ക്ക് വളരുന്ന ഓമ വെട്ടണമെന്നാണ് പറയുന്നത്. ഇത് ആകാശത്താണ് വളർന്നിരിക്കുന്നത്. ഒരു വട്ടാണ്ട മണ്ട വരെ പോയിട്ടുണ്ട്. വേണ്ട വഷ്ണയുണ്ട്, പുട്ടുണ്ട്, അതുപോലെ തന്നെ വഷ്ണയുണ്ട്. ഇത് മറ്റേ പുളിയാന്ന് തോന്നുന്നു. പുളി കറക്റ്റായിട്ട് എനിക്ക് പുളിയാ. എൻ്റെ കൊടിയെന്ന് പറയുന്നത് ഇതാണ്. കാന്താരിനെയാണ് കൊടിയെന്ന് പറയുന്നത്. കാന്താരി മഹാഗണിയൊക്കെ ഇഷ്ടം പോലെ നിൽപ്പുണ്ട്. പിന്നെയും ഒരു തെങ്ങ് വേണ്ട. കൊച്ചോമ പറമ്പ് കണ്ട കഴിച്ചു. കൊള്ളാമല്ലേ? പിന്നെ വേറെ സാധനം കാണിച്ചു തരാവേ. നമ്മളിപ്പോൾ കടന്നു ചെല്ലാൻ പോകുന്നത് ഈ സാധനത്തിൻ്റെ പേരാണ് കടച്ചക്ക എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത് കേട്ടോ. പൈനാപ്പിളാണേ. വേണ്ട ഗൈസ്, കാപ്പിയുണ്ട്. കാപ്പിക്കുരിയൊക്കെ ഇപ്പോൾ ഉണ്ട്. നല്ല സ്മെല്ലാണ് കേട്ടോ, നല്ല മണം അതിൻ്റെ. അതിൻ്റെ ഇടയ്ക്കൊക്കെ കടച്ചക്ക നിൽപ്പുണ്ട്. അതുകൊണ്ട് ഇതെന്തോ ഒരു ഔഷധ ചെടിയാണ് സത്യം പറഞ്ഞാൽ. ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. ഇതൊരു ഔഷധമാണ്, എനിക്കറിയാം. ഇവിടെ നിറച്ചും ചേമ്പും ഇതൊക്കെ എന്നാണോ എന്താണെന്നൊന്നും അറിയത്തില്ല. ഇതൊരു ഔഷധമാണ്. ഇത് മൈഗ്രീനൊക്കെ നല്ലതാണെന്ന് തോന്നുന്നു. അല്ല, ഇത് മൈഗ്രീൻ്റെ അല്ല, ഇത് വേറെ എന്തത്തിൻ്റെയാണ്. ഇതൊന്നും ഔഷധമാണ്. പിന്നെ കിടക്കുന്നുണ്ടോ? ഇതെന്നാന്നറിയാം, നോക്ക്. മുളകാ, കാന്താരി, ഇതെന്തോ പുളിയുടെയാന്ന് തോന്നുന്നു. ഇനി ഇവിടെയൊക്കെ മഞ്ഞളിപ്പുണ്ട്. ഞങ്ങൾക്ക് എപ്പോഴും ചക്ക തരുന്നൊരു സാധനം. ഇതിൻ്റെ ചക്കയൊക്കെ ആകാശത്തായിരിക്കും കേട്ടോ. ആഞ്ഞിലിക്കാൻ നിൽക്കുന്നു. ആഞ്ഞിലി ഇപ്പുണ്ട് കണ്ടോ ഗൈസ്? രസമല്ലേ? കാണാനൊക്കെ അടിപൊളി കേട്ടോ. ഞാനൊരു മലയാളി, എന്നും മണ്ണിൻ കൂട്ടാളി. കുറേ സാധനം ഉണ്ട്. അവിടെയും കടച്ചക്കൊക്കെ ഇട്ടുണ്ട്. ഇതൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് പിന്നെ വളർന്നു വരും. ഞങ്ങൾ വെട്ടിക്കളഞ്ഞത്. ഇത് അപ്പുറത്തോട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞ് വെട്ടിക്കളഞ്ഞ. വേണ്ടേ? ഇതും ആഞ്ഞില്ല, ഇതും വെട്ടിക്കളഞ്ഞ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വ്ളോഗ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. വ്ളോഗാണ് ജസ്റ്റ് ചുമ്മാ നമ്മൾ പറമ്പിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയിട്ട് അതൊക്കെ ജസ്റ്റ് കാണിച്ചിരിക്കും. ഇത്രയും സാധനമുണ്ട്. കുറേ ഏതാണ്ടൊക്കെ ഉണ്ട് കേട്ടോ. വേറെ ഏതാണ്ടൊക്കെ കുറേ നിൽപ്പുണ്ട്. മഞ്ഞൾ നിൽപ്പുണ്ട്, കാപ്പി നിൽപ്പുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, ഇതിനകത്ത് ഫുള്ള് കണ്ടവർക്ക് മനസ്സിലാവും. കുറേ ഉണ്ട്. ആകാശം മുട്ടം നിൽക്കുന്ന വാഴകളാണ് ഇവിടുത്തെ സ്പെഷ്യൽ. നിറച്ചും വാഴ ഗൈസ്. അതേണ്ട ഗൈസ്, ഒരു കൊച്ചു വാഴ കണ്ടോ? ഇത് മറ്റേ വാഴയുടെ പോലത്തെ അല്ല, ഇത് വേറെ വാഴയാണ്. കണ്ടാൽ മനസ്സിലാവും. അത് തന്നെയാണോ? അല്ലാണ്ട് തോന്നുന്നു. അല്ലല്ല, ഇത് വേറെ വാഴയാണ്. തുളസിയാണ് ഗൈസ്. ഈ വാഴ ഉണ്ടോ? ഇത് വേറെ വാഴ കേട്ടോ, മറ്റേ വാഴ പോലെയല്ല. ഇത് അങ്ങ് പോയി ആകാശം വരെ വളരത്തില്ലെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഇല ശ്രദ്ധിച്ചാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇഞ്ചിയുണ്ട്. ഇഞ്ചി വേണ്ട, മോളുടെ കൃഷി ചെയ്തല്ല.
വഴുതനങ്ങ, തുളസിക്കതിർ അങ്ങനെ സാധനമുണ്ട്. തുളസി എന്തായാലും ഈ കിണറ്റിലെ വെള്ളം മഴയാകുമ്പോഴത്തേന് എന്തായാലും ഇങ്ങനെ ആവുന്നതാണ്. പിന്നെ അത് കഴിയുമ്പോഴത്തേനും ഞങ്ങൾ പിച്ചിക്കളഞ്ഞിട്ടും കാര്യമില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ പിച്ചിക്കളയാത്തത്. പിന്നെ വെള്ളത്തിന് നല്ല രുചിയാണ്. ഇവിടുത്തെ വെള്ളം കുടിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അപ്പം മിനറൽ വാട്ടർ ഇപ്പോൾ വേറെ ഇപ്പം ഞാൻ മൂന്നാറാണ് നിൽക്കുന്നത്. അവിടെ പോയി വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇവിടുത്തെ വെള്ളം കുടിക്കുന്നതുകൊണ്ട് ഇവിടുത്തെ വെള്ളത്തിൽ തേയിലുള്ള അണുത്താണേലും കാപ്പി അണുത്താണേലും നല്ല രുചിയാണ്. അനന്തുചേട്ടനൊക്കെ വരുവാണെങ്കിൽ തന്നെ എന്നോട് പറയും കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ട് പോവാ കുടിക്കണമെന്ന് പറയും. കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ട് വന്ന് ഈ വെള്ളം കുടിക്കും. കാരണം അവർക്ക് പൈപ്പ് ലൈനല്ലേ. അതുകൊണ്ട് ഞങ്ങളുടെ പ്രാചീനമായ കിണർ കാണിച്ചു തരാം. നോക്കൂ. ഓ എന്തോ കയറാണോ? കയറാ. ഞാൻ പേടിച്ചു പോയി. കണ്ടോ? പക്ഷെ ഇവിടുത്തെ വെള്ളം കുടിക്കണം ഗൈസ്. നൈസ് വെള്ളം, സൂപ്പർ വെള്ളം. നല്ല രസമല്ലേ കാണാൻ കിണർ? പേടിയുണ്ടേ ഫോൺ പോകുന്നു. ഇതൊക്കെ പനിക്കുറുക്ക, ഇഞ്ചി, പേര ഇവിടെ ഓർമ്മ ഉണ്ടായിരുന്നു, വെട്ടിക്കളഞ്ഞു ഇവര്. അതുകൊണ്ട് അതൊക്കെ സ്മോളിൻ്റെ കൃഷിയാണ്. ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക. ഇതെല്ലാം ചെയ്യേണ്ടതാണ്. സപ്പോർട്ട് വേണം. സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഷോ ആണ്, അറിയാമല്ലോ. ഞാൻ ആദ്യമായിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് വലിയ പിടിയൊന്നുമില്ല. വീഡിയോ എടുക്കുന്നതിനൊക്കെ നല്ല പോരായ്മ കാണും, പറയുന്നതിനും പോരായ്മ കാണും. പിന്നെ നിങ്ങളെ കമൻറ്റൊക്കെ ഇട്ടാൽ മതി.